ഇടുക്കി കാഞ്ചിയാർ അഞ്ചുരുളി ആദിവാസി കുടിയിൽ കാട്ടാന ആക്രമണം പതിവാകുന്നു. കഴിഞ്ഞ ദിവസം കുടിയിലെത്തിയ കാട്ടാന ഒരു വീട് തകർക്കുകയും നിരവധി പേരുടെ കൃഷി നശിപ്പിക്കുകയും ചെയ്തു. ഇന്നലെ 4 ആനകളാണ് വന്നത്. ആദ്യത്തെ ദിവസം 2 ആനയാണ് വന്നത്. അപ്പം കൂടുതൽ ആനകൾ ഈ കൃഷിയിടത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെയുള്ള ആളുകൾ വളരെ പേടിച്ചാണ് ജീവിക്കുന്നത്. നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് കാഞ്ചിയാർ അഞ്ചുരുളി ആദിവാസി സെറ്റിൽമെന്റിൽ കാട്ടാന ശല്യം രൂക്ഷമാകുന്നത്. 1 മാസം മുമ്പ് 1 ആന മാത്രമാണ് എത്തിയതെങ്കിൽ ഇപ്പോൾ 6 ആനകളാണ് പ്രദേശത്ത് നാശം വിതയ്ക്കുന്നത്. കഴിഞ്ഞ ദിവസം എത്തിയ കാട്ടാനക്കൂട്ടം റജി ചിരട്ടവയലിൽ, കുഴിയാനിപ്പള്ളിയിൽ രുക്മിണി, ജെയിംസ് പ്ലാപ്പറമ്പിൽ, ടിൻഡ വെട്ടിക്കൽ തുടങ്ങിയവരുടെ ഏലം ഉൾപ്പെടെയുള്ള കൃഷി നശിപ്പിച്ചു. ജെയിംസ് പ്ലാപ്പറമ്പിലിന്റെ വീടും കാട്ടാനകൾ തകർത്തു. ഒരു 3 മാസം മുന്നും ഒരാന വന്നു. അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോൾ 2 ആന വന്നു. ഇപ്പോൾ 2 ആന 4 ആയി, ഇപ്പോൾ 6 ആയി. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് കോളനിയുടെ അടുത്ത് ഒരു 50 മീറ്റർ അകലെ ഇന്നലെ വെളുപ്പിന് 6 മണിയൊക്കെ ആയപ്പോൾ തന്നെ ആന വന്ന സ്ഥിതി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കോളനിവാസികൾ മൊത്തം പരിഭ്രാന്തരായിട്ട് ഇരിക്കുന്നൊരവസ്ഥയാണ്. അഞ്ചുരുളി ആദിവാസി കുടിയിൽ 5 വർഷം മുമ്പ് വൈദ്യുതി വേലി സ്ഥാപിക്കാൻ വനംവകുപ്പ് 10 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ അന്ന് ഈ മേഖലയിൽ കാട്ടാനശല്യം കുറവാണെന്ന പേരിൽ പദ്ധതി നടപ്പിലാക്കിയില്ല. കാട്ടാനശല്യം മൂലം പണിക്ക് പോകാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ആദിവാസികൾ ഉൾപ്പെടെയുള്ളവർ. മഴ ശക്തമാകുന്നതോടെ അഞ്ചുരുളി ആദിവാസി കുടി ഒറ്റപ്പെടുന്ന അവസ്ഥയുണ്ടാകും. വന്യമൃഗശല്യം ഒഴിവാക്കാൻ RRTA ഉൾപ്പെടെ നിയമിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. സിറ്റി വിഷൻ, കട്ടപ്പന.